ബിഗ് ബോസ് ഒക്കെ മലയാളത്തിൽ ഓരോ സീസൺ കഴിയുന്ന സമയത്തും അതിൻ്റെ ഇടയിലുമൊക്കെ വലിയൊരു പാതകം മലയാളി ജനതയോട് ചെയ്യാറുണ്ട്. ഏതെങ്കിലുമൊക്കെ രാജാവിനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിടും. ഈ രാജാവ് സ്വയം അങ്ങ് രാജാവാണ് എന്ന് അവരോധിക്കുന്ന ആളായിരിക്കും. അതേപോലെ തന്നെ കുറേയധികം ഫാൻസുകാർ ഇയാളുടെയൊക്കെ പുറകെ ഇങ്ങനെ നടപ്പുണ്ടായിരിക്കും. ഈ രാജാവ് പറയുന്ന കാര്യങ്ങളൊക്കെ അറിവിൻ്റെ നിറകുടത്തിൽ നിന്ന് തുളമ്പുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പ്രചരിപ്പിക്കും. അയാൾ പറയുന്ന വിഡ്ഢിതരങ്ങളെയൊക്കെ അങ്ങ് ന്യായീകരിക്കും. മറ്റേ തവളക്കരച്ചിൽ പോലുള്ള കരച്ചിലുകളെ സിംഹഗർജനങ്ങളോട് ഉപമിക്കും. ഭയങ്കര തലവേദനയാണ് ഇവരെ കൊണ്ട്. ഓരോ സീസണൊക്കെ അങ്ങ് കഴിയുമ്പോഴത്തേന് നമ്മുടെ നിലവാരം എത്ര ഉള്ളോ എന്ന് കേരള ജനത വീണ്ടും ഒന്ന് റീതിങ്ക് ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ വരും. ഇത്തവണ അങ്ങനെ ഒരു രാജാവ് ഇറങ്ങേണ്ടതായിരുന്നു. എന്നാൽ അയാൾ അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. കാരണം അധികം ദിവസം അദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാൽ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന പല ആളുകളും, ആണുങ്ങളിൽ പല ആളുകളും അത്യാഗ്രഹിച്ചു പോകുന്ന ഒരു സംഗതിയാണ് പുറത്തെ രാജാവ് പട്ടം. സീസൺ 5 ആണ് ഞാൻ ലാസ്റ്റ് കണ്ടത്. ആ ഒരു സീസൺ പരാജയമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ തരപ്പടിക്കാരായിട്ടുള്ള സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള കുറേയധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് രാജാവിന് വലിയ സ്വീകരണമൊന്നും കിട്ടിയില്ല. എന്നാലും അഖിൽമാരാർക്ക് വലിയ സ്വീകരണമൊക്കെ കൊല്ലം, അതേപോലെ തന്നെ കൊട്ടാരക്കര മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ അസീർ റോക്കി ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് തന്നെ പുള്ളി പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. താൻ തന്നെ രാജാവ് എന്നുള്ള പ്ലാനിങ്ങിലാണ് പുള്ളി അങ്ങോട്ട് പോയത്. അപ്പം ആദ്യം തൊട്ട് തന്നെ പുള്ളി പിള്ളേർ വേണമെങ്കിൽ ഷെയർ ചെയ്തോട്ടോ, എന്നാ മാസ് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇത് പലതും മറ്റേ വീട്ടിൽ നിന്ന് പോയപ്പോൾ കാണാപ്പാടം പഠിച്ചിട്ട് പോയതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇത്തിരിയെങ്കിലും ഉൾപ്പുള്ള ഒരു മനുഷ്യൻ ഇമാതിരി പൊങ്ങത്തരങ്ങൾ ഇരുന്ന് പറയുമോ എന്നുള്ളതാണ്. അല്പത്തരങ്ങൾ സ്വയം പൊക്കുക എന്ന് പറയുന്നിടത്തോളം ഒരു ബോറം പരിപാടി വേറെ ഉണ്ടോ? അതേപോലെ പുള്ളി അവിടെ ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് 2 പേഴ്സണാലിറ്റി ഉണ്ട്, അസിയുണ്ട്, റോക്കിയുണ്ട്. അത് ഒരു കണക്കിന് നന്നായി. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തെ ഞാൻ ഇയാളെ യാതൊരു ബഹുമാനത്തോടെയും പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരാൾ ഗെയിമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ബഹുമാനം കാണിക്കാം. എനിക്ക് അങ്ങനെ ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പുറത്തിറങ്ങിയിട്ട് അവിടെ വെച്ച് കാണിച്ച ആ ഒരു തോന്നിയാസത്തെ കുറിച്ചിട്ട് ഒരിത്തിരി കുറ്റബോധത്തോടെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അയാൾക്ക് ന്യായം ഉണ്ടായിരിക്കാം, അയാൾക്ക് എന്തെങ്കിലും പറയാൻ ന്യായം ഉണ്ടായിരിക്കുമല്ലോ. അയാളാണല്ലോ ഇവിടെ മെയിൻ ആയിട്ടുള്ള ആള്. ഇയാൾ പുറത്തിറങ്ങിയ സമയത്ത് നേരെ അങ്ങോട്ട് നിരാകരിച്ചു. പുള്ളി പറഞ്ഞ്, ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കരഞ്ഞ് മെഴുകി എന്നൊക്കെ ഉള്ളത്. ആരാണ് കരഞ്ഞ് മെഴുകിയത്? ഞാനൊന്നും കരഞ്ഞ് മെഴുകിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് ന്യായീകരിക്കുകയാണ്. പുള്ളിക്ക് പിന്നെ ഒരു സാധ്യത ഉണ്ടല്ലോ, 2 പേഴ്സണാലിറ്റി ആണല്ലോ. അപ്പോൾ അസിയാണ് കരഞ്ഞത്, റോക്കി ആടാ ഇത് എന്നൊക്കെ വേണമെങ്കിൽ പുള്ളിക്ക് പറയാം. അപ്പം എന്നാലും ഒരു ഇത്തിരി ഉളുപ്പുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം സിജോ അവിടെ എന്ന് പറയുന്നു, എനിക്ക് പരാതിയൊന്നുമില്ല. സിജോ അവിടെ കുറ്റബോധത്തോടെയാണ് ഇരിക്കുന്നത്. അത് മലയാളം ബിഗ് ബോസിൽ പ്രേക്ഷകരുടെ അപ്രോച്ചൊക്കെ സ്ഥിരമായിട്ട് കണ്ടതുകൊണ്ട് ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. സിജോ അകത്ത് പേടിച്ചിരിക്കുകയാണ്. കാരണം സിജോ കണ്ടു പോയിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ നാട്ടിലെ നിലവാരമില്ലാത്ത രാജാവ് താങ്ങികളെയാണ് കണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ സിജോ പേടിക്കുന്നത് ഇങ്ങനെയാണ്, അയ്യോ രാജാവിനെ ഞാൻ കാരണം പുറത്തേക്ക് വിടേണ്ടി വന്നു, അപ്പോൾ എല്ലാ ആൾക്കാരും എന്നോട് ഹെയ്റ്റിലായിരിക്കും ഇനി പെരുമാറുന്നത്, ഞാൻ തീർന്നു എന്നൊക്കെ ഉള്ളതായിരിക്കും സിജോയുടെ ഉള്ളിലെ ചിന്ത. അയാൾ അവിടെ കുറ്റബോധത്തോടെ ഇരിക്കുകയാണ്. തനിക്ക് പരാതിയില്ല, താൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, തൻ്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുകയാണ്. അത് മലയാളം ബിഗ് ബോസിന്റെ പ്രേക്ഷകന്റെ നിലവാര തകർച്ചയാണ്. സ്വയം ആക്രമണം നേരിട്ടിട്ട് അയാൾക്ക് അവിടെ അയാളുടെ പെയിൻ പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ബാക്കി ഹൗസിലുള്ള കുറേ എണ്ണം അവരെല്ലാം കൂടെ റോക്കിക്കൊപ്പം നിൽക്കുകയാണ്. അവരും എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? അവർക്കറിയാം പുറത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ രാജാക്കന്മാർ പോകുന്ന സമയത്ത് സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം രാജാവിന്റെ കൂടെ അങ്ങ് നിന്നേക്കാം. ആരാണോ അടി വാങ്ങുന്നത് അത് ബിഗ് ബോസിൽ ഏറ്റവും മോശപ്പെട്ട ആൾ. ആരാണോ സ്വയം രാജാവെന്ന് അവരോധിക്കുന്ന ആൾക്കാരാട്ടോ, പ്രേക്ഷകരാരും തിരഞ്ഞെടുക്കുന്നതല്ല. ആരാണോ രാജാവിന് ഇഷ്ടമില്ലാത്ത ആൾ, അയാൾ മോശക്കാരൻ. ഹൗസിലുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അത്രയധികം മോശമാണ്. അപ്പം രാജാവാണല്ലോ, പുറത്തു പോയപ്പോൾ രാജാവല്ലോ, ഇനിയിപ്പോൾ രാജാവിന്റെ തോഴിയാവാനായിട്ട് സുഹൃത്തുക്കളാകാനായിട്ടും ഒക്കെ അകത്ത് ആൾക്കാർ റെഡിയാണ്. അതേപോലെ വലിയ സാധ്യത ഉണ്ട് കേട്ടോ, അകത്തിരിക്കുന്ന ആൾക്കാർ രാജാവിന്റെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കും. പ്രീതി പിടിച്ച് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ചെന്നിട്ട് രാജാവ് മുന്നത്തെ രാജാവ് നടത്തിയതുപോലുള്ള ക്യാമ്പയിൻ ഒക്കെ നടത്തും. അപ്പോൾ ഇവിടുത്തെ മറ്റേ കൊച്ചു ചോട്ടാ രാജാവ് പുറത്തിറങ്ങി വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പയ്യനാണ് അർജുൻ, ഋഷി, അതേപോലെ തന്നെ ശ്രീതു നല്ല കുട്ടിയാണ്, എന്നോട് വലിയ സ്നേഹമുള്ള ആളാണ്, ജാൻമണി രക്ഷപ്പെട്ട് പോട്ടറേ, നിങ്ങൾ റോക്കി പോയെന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് അവസാനിച്ചു എന്ന് കരുതരുത്, വോട്ട് ചെയ്യണം കേട്ടോ എന്നൊക്കെ പുള്ളി വന്നിട്ടിരുന്ന് തള്ളുന്നുണ്ട്. ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോന്ന് ഞാൻ ആലോചിക്കണം, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോന്നാ ഇങ്ങനെ ഓരോരോ ടീമുകൾ. സിജോയ്ക്ക് വേദനിച്ചു. അതേപോലെ തന്നെ നമ്മൾ വേദനിച്ചതാണ് ഇയാളുടെ അവിടെയുള്ള കരഞ്ഞ് മേടുകൾ കണ്ട സമയത്ത്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു വേദന തോന്നിയതിൽ എനിക്ക് എന്നോട് നാണം തോന്നുന്നുണ്ട്. ഇത്രമാത്രം മാസ് വരേണ്ട സംഗതിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. സിജോയ്ക്കൊക്കെ സിമ്പിളായിട്ട് അവിടെ വെച്ചൊരു മറുപടി കൊടുക്കായിരുന്നു. ഞാനാണെങ്കിൽ ഒറ്റ മറുപടി കൊടുക്കത്തുള്ളൂ, നമുക്കൊരൊറ്റ വ്യക്തിത്വം ഉള്ളൂ, ഇത് ഞാനാണ്, അല്ലാതെ തരം പോലെ മാറ്റിയിടുന്ന ഉടുപ്പ് പോലെ 2 വ്യക്തിത്വമൊന്നും ഇല്ല. അതൊന്നും ഒരു മാസമുള്ള സംഗതിയാണോ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ സ്വയം ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആരാണ്? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓരോരോ ഷോ, ഒരു മനുഷ്യത്വമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റബോധമോ അല്ലെങ്കിൽ വകതിരിവോ ഇതുപോലുള്ള ടീമിനൊക്കെ ഉണ്ടോ? അവിടെ ഒരാൾ സർജറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി,
അയാളുടെ അവസരം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എന്തെങ്കിലും അയാൾ വന്ന ദിവസങ്ങളിൽ പറഞ്ഞു ഇല്ല, ഇയാൾ വിളിച്ചു പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും എയർപോർട്ട് സ്വീകരണത്തിൽ ആരെങ്കിലും കിരീടം ഉണ്ടാക്കിക്കൊണ്ടില്ലോ, അല്ലെങ്കിൽ നമ്മുടെ പൂക്കടയിൽ കിരീടത്തിന്റെ കിട്ടുമോ? ഇയാൾ പറഞ്ഞാണ് ഞാൻ വരുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ അവിടെ സെറ്റ് ചെയ്തു, വന്നെല്ലാം കൂലിപ്പട്ടാളമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുത്തം പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അവന് 100 രൂപ കൂടുതൽ കിട്ടുമായിരിക്കും. അമ്മാതിരി കുറെ ടീമുകൾ ഇനി പുറത്ത് ഇങ്ങനെ സ്വയം രാജാവാണ് എന്ന് അവരോധിച്ച് നാട്ടുകാരുടെ കുറേയധികം സമയം മെനക്കെടുത്തി തെറി വാങ്ങിച്ചു കൂട്ടലായിരിക്കും ഇവരുടെ മെയിൻ. ഏതായാലും രാജാവ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം മുടക്കിയ പൈസയ്ക്ക് അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടാവില്ലേ? കണ്ടു നോക്കിയേക്കാം. നല്ല അടിപൊളി ഗെയിമായി നിങ്ങൾ കണ്ടതാണല്ലേ. പക്ഷേ ഞാൻ വലിയൊരു ഗെയിമർ അല്ലാന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാനൊന്നും പറ്റില്ല. ഞാൻ എങ്ങനെയാണോ ആ കൂട്ടാകുന്നത് ഒരു കാര്യം ഞാൻ കയറിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛമെന്നതില്ലയെ ഇച്ച കൊണ്ട പോലെല്ലാം തോട്ട് വിട്ട പോലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛമെന്നതില്ലയെ ഉച്ച ഇത് വാണിടുന്ന് വീടുകിன்ற പോലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛമെന്നതില്ലേ. ഇനി ഇമാതിരി എന്തോരം ഷോ നമ്മൾ കാണേണ്ടി വരും. അവിടെ വന്ന ആൾക്കാരെ കണ്ടില്ല, യൂണിഫോം ഇട്ട് വന്ന ആൾക്കാരെ ഏതോ മറ്റേ ഏജൻസിയിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരേ യൂണിഫോം ഒക്കെ ഇട്ട് വന്നിട്ട് സ്നേഹപ്രകടനം നടത്തുക. നമ്മളെന്നാ ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ലേ? പേടിയൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ ഞാൻ കരഞ്ഞ് മെഴുകിന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. ഞാൻ കരഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ അവസരം എനിക്ക് മിസ്സായി. അത് ഒരാളുടെ ആക്ട് കൊണ്ടും ഒരാളുടെ ആക്ഷൻ കൊണ്ടും എൻ്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി. അതോട്ടിട്ട് ഞാൻ കരുതി. രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ സിജോയെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു. അങ്ങനെ ഒരാളിനെ തൊട്ട് കൈ വെട്ടിയിട്ട് വന്നതിലുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടിലെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൂട്ടുകാരുണ്ട്, അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഓർത്തിട്ടാണ് റോക്കി കണ്ടത്. അല്ലാതെ റോക്കി പേടിച്ചിട്ട് കണ്ടതല്ല. റോക്കി അന്നും ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ. പിന്നെ സിനിമയുടെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും, കട്ട് പറയുമ്പോൾ കട്ടാവും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട. ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. ഓക്കെ, ഒരുപാട് പറയാനുണ്ട്. ഞാൻ 2 ദിവസമായി ഉറങ്ങിയിട്ട് അയാൾ ന്യായീകരിക്കുകയാണ്, അല്ലാതെ അയാൾ സിജോയുടെ വേദനയിൽ പങ്കുകൊള്ളുമൊന്നുമല്ല. അയാൾ ന്യായീകരിക്കുകയാണ് താൻ കരഞ്ഞത് അതുകൊണ്ടാണ്, അല്ലാതെ വേറെ കാരണം കൊണ്ടൊന്നുമല്ല. പിന്നീട് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. പിന്നെ കുത്തിക്കയറ്റി പാട്ടിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ആഡ് ചെയ്യാത്തതാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ശ്രീധുവിനെയും ഋഷിയെയും അർജുനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള രാജാക്കന്മാരെയൊക്കെ താങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് മലയാളി പ്രേക്ഷകരാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.